KL സ്പോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മലയാളി താരം സഞ്ജു സാംസണിനെ വേണ്ടത്ര പിന്തുണ ലഭിക്കാറില്ലെന്ന കാര്യം ആരാധകർ ഇടയ്ക്കിടെ ചൂണ്ടിക്കാട്ടാറുള്ള ഒരു സംഭവമാണ്. പക്ഷേ നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്നും തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ വളരെ വലുതാണെന്നാണ് സഞ്ജു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. അദ്ദേഹം അഭിമുഖത്തിൽ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഇപ്രകാരമാണ്. ഏകദേശം 20 വയസ്സുള്ളപ്പോഴായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഞാൻ അരങ്ങേറിയത്. അതിനുശേഷം 5 വർഷങ്ങൾ കഴിഞ്ഞാണ് പിന്നീട് ഞാൻ ടീമിൽ മടങ്ങിയെത്തിയത്. ഇപ്പോഴും എൻ്റെ അടുത്തേക്ക് വരികയും സംസാരിക്കുകയും ചെയ്യാറുള്ള ഇന്ത്യൻ ടീമിലെ ആദ്യത്തെയോ രണ്ടാമത്തെയോ വ്യക്തിയാണ് രോഹിത് ഭായ്. അദ്ദേഹം അരികിലെത്തി, സഞ്ജു എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ? IPL-ൽ നീ നന്നായി കളിച്ചു, മുംബൈ ഇന്ത്യൻസിനെതിരെ നീ ഒരുപാട് സിക്സറുകൾ അടിക്കുന്നുണ്ട് എന്നെല്ലാം അദ്ദേഹം പറയാറുണ്ട്. രോഹിത് ഭായിൽ നിന്നും എനിക്ക് എല്ലായ്പ്പോഴും വലിയ പിന്തുണയാണ് ലഭിക്കാറുള്ളത്. ഒരിക്കൽ ന്യൂസിലാൻഡിൽ ടീം ഇന്ത്യ പര്യടനം നടത്തവേ എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ മുറിയിൽ തനിച്ചിരിക്കുകയായിരുന്നു. ആ സമയം അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ വരികയുണ്ടായി. വാ സഞ്ജു, ഡിന്നർ കഴിക്കാൻ പോവാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. രോഹിത് ഭായ് അന്ന് എന്നെ അദ്ദേഹത്തിനൊപ്പം ഡിന്നറിന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. സഞ്ജു, നീ ഇനിയും സിക്സറുകൾ അടിക്കണം, നന്നായി കളിക്കണം എന്നു തുടങ്ങി പല ഉപദേശങ്ങളും അദ്ദേഹം നൽകാറുണ്ടെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ 2-1 ജയിച്ച കഴിഞ്ഞ ഏകദിന പരമ്പരയ്ക്കിടെയാണ് സഞ്ജുവിനെ ദേശീയ ടീമിനൊപ്പം അവസാനമായി നമ്മൾ കണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ദേശീയ ടീമിലേക്ക് തിരികെ എത്തിയ പരമ്പര കൂടിയായിരുന്നു അത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന അയർലൻഡ് പര്യടനത്തിലെ T20 പരമ്പരയ്ക്ക് ശേഷം സഞ്ജു ടീമിന് പുറത്താവുകയായിരുന്നു. അതിനുശേഷം നടന്ന ഏഷ്യ കപ്പ്, ഏകദിന ലോകകപ്പ്, ഏഷ്യൻ ഗെയിംസ്, ഓസ്ട്രേലിയയുമായുള്ള ഏകദിന പരമ്പര, T20 പരമ്പര, സൗത്ത് ആഫ്രിക്കയുമായുള്ള T20 പരമ്പര എന്നിവയിലെല്ലാം അദ്ദേഹം തഴയപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ സഞ്ജുവിന് ഇടം ലഭിച്ചത്. ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല. രണ്ടാം ഏകദിനത്തിൽ ബാറ്റിംഗിൽ അദ്ദേഹം ഫ്ലോപ്പ് ആവുകയും ചെയ്തു. പക്ഷേ അവസാന മത്സരത്തിൽ സഞ്ജു ഇതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യുകയായിരുന്നു. ഇരു ടീമുകളെ സംബന്ധിച്ചും നിർണായകമായ മത്സരത്തിൽ സഞ്ജുവിന് 3-ാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ചു. തൻ്റെ ബെസ്റ്റ് ബാറ്റിംഗ് പൊസിഷൻ ഇതുതന്നെയാണെന്ന് അടിവരയിട്ടുകൊണ്ട് കന്നി അന്താരാഷ്ട്ര സെഞ്ചുറി കുറിക്കുവാനും സഞ്ജുവിന് കഴിഞ്ഞു. 108 റൺസാണ് അദ്ദേഹം നേടിയത്. 114 ബോളുകൾ നേരിട്ട സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിൽ 6 ഫോറും 3 സിക്സറുകളും ഉണ്ടായിരുന്നു. ഇന്ത്യ 78 റൺസിൻ്റെ വിജയവുമായി പരമ്പര 2-1 സ്വന്തമാക്കിയപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് ആവാനും സഞ്ജുവിന് കഴിഞ്ഞു. വരും നാളുകളിൽ സഞ്ജുവിന് കൂടുതൽ മത്സരങ്ങളിൽ അവസരം ലഭിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഫ്രണ്ട്സ്, കായിക ലോകത്തു നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കും സ്പോർട്സ് സ്റ്റോറികൾക്കുമായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും നമ്മുടെ ചാനലിനെ പ്രോത്സാഹനമാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.